ഞാൻ 2 കെട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. ഒരു കെട്ടിൽ 8 മുതൽ 10 ചുവട് കാണാം. ഇളം ചീര വേണം നിങ്ങൾ എടുക്കാൻ. കട്ടി കൂടിയ ചീര എടുക്കരുത്. വെള്ളത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അരമണിക്കൂർ കുതിർത്ത് വെക്കുക. അതിനുശേഷം നന്നായി ഒലിച്ച് കഴുകുക. ഒലിച്ച് കഴുകാൻ പറയാൻ കാരണം ചീരയിൽ വളരെ ചെറിയ മണത്തരികളും ചെളിയുമുണ്ട്. അത് പോകാൻ വേണ്ടിയാണ്. അതിനുശേഷം വെള്ളം വാരാൻ നമുക്കൊരു സ്ട്രെയിനറിൽ ഈ ചീര ഇട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ ചീര ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം. ഒത്തിരി ചെറുതും ആകരുത്, ഒത്തിരി വലുത് വലുപ്പത്തിൽ കട്ട് ചെയ്യരുത്. നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്, അരമുറി തേങ്ങ, ഒരു വലിയ ചുവന്നുള്ളി, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾ. ഈ മഞ്ഞളിനകത്തുനിന്ന് ഒരു നുള്ള് ഞാൻ കടുക് താളിക്കുമ്പോൾ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ചെറിയ മിക്സിയിൽ അരച്ചെടുക്കാം. അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം നിങ്ങൾ ചതച്ചെടുക്കാൻ. ഇനി താളിക്കാൻ വേണ്ടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് കറിവേപ്പില. ആദ്യം നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് ഓണാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുക. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറണം. അതിനുശേഷം നമുക്ക് അരപ്പിൻ്റെ പച്ചമണം മാറണം. എന്നിട്ട് മൂടി വെച്ച് 2-3 മിനിറ്റ് വേവിക്കാം. മൂടി തുറന്ന് പച്ചമണം മാറിയിട്ടുണ്ട് അരപ്പിൻ്റെ. ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീരയിൽ വേകാൻ വേണ്ടി നമുക്ക് ഇനിയും മൂടി വെച്ച് 2-3 മിനിറ്റ് വേവിക്കണം. ഇനി നമുക്ക് പാത്രം തുറന്ന് ചീര വെന്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചീരയും കൂടെ കൂട്ടി യോജിപ്പിന് ശേഷം ചീരയിൽ ഇച്ചിരി വെള്ളമുണ്ട്. അത് പറ്റാനായിട്ട് ഇച്ചിരി ഹൈ ഫ്ലെയിം ഇട്ടിട്ട് ആ വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് പിന്നെ ഉപ്പുണ്ടോ നോക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് വിളമ്പാം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത റെസിപ്പിയായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.